ഇന്നത്തെ റെസിപ്പി ടൊമാറ്റോ സോസാണ്. നമ്മുടെ മക്കൾക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ് ടൊമാറ്റോ സോസ്. നമ്മൾ സാധാരണ പുറത്തുനിന്ന് വാങ്ങിച്ച് കൊടുക്കുകയാണ് ചെയ്യാറ്. എന്നാൽ നമ്മുടെ വീട്ടിൽ തന്നെ ഏകദേശം പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റിൽ ഇത് ഉണ്ടാക്കാൻ പറ്റും. വളരെ എളുപ്പമാണ് ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, ഒരുപാട് പണിയൊന്നുമില്ല. അപ്പം ഈ ഒരു ടൊമാറ്റോ സോസ് നമ്മുടെ വീട്ടിൽ വളരെ എളുപ്പത്തിൽ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. 1 കിലോ തക്കാളിക്കാണ് ഞാൻ ഈ ഒരു സോസ് തയ്യാറാക്കുന്നത്. അപ്പോൾ തക്കാളി എടുക്കുമ്പം ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, നല്ല പഴുത്ത തക്കാളി എടുക്കണം. ഇനി നമുക്ക് തക്കാളിയുടെ ഈ ഒരു ഭാഗം ഒന്ന് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു വെള്ള ഭാഗം കത്തി വെച്ച് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നമുക്ക് മുഴുവൻ തക്കാളിയും കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ മുഴുവൻ തക്കാളിയും ഇതുപോലെ കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് തക്കാളി നീളത്തിലൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇതേപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിവിടെ 1 കിലോ തക്കാളിയും ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാര്യങ്ങൾ കൂടി ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു ചെറിയ കഷ്ണം ഉള്ളി എടുത്തിട്ടുണ്ട്. ഒരു ഉള്ളിയുടെ ഒരു കാൽഭാഗം എടുത്താൽ മതി. ഇനി 2 വെളുത്തുള്ളി അല്ലി, അതേപോലെ 2 ഗ്രാമ്പു, ഒരു ചെറിയ കഷ്ണം പട്ട, ഇത്രയാണ് ചേർക്കുന്നത്. ഈ ഒരു പട്ടയുടെയും ഗ്രാമ്പൂൻ്റെയും ടേസ്റ്റ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചേർക്കേണ്ട, പക്ഷെ ചേർത്താൽ കുറച്ചുകൂടി നന്നായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമുക്കൊന്ന് വേവിച്ചെടുക്കണം. അപ്പോൾ ഞാൻ ആദ്യം തക്കാളി ഒരു പാത്രത്തിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഉള്ളി, ഗ്രാമ്പു, പട്ട, അതേപോലെ വെളുത്തുള്ളി, ഇത്രയും നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാൻ ഈ ഒരു തക്കാളി വേവിച്ചെടുക്കുന്നത് ഒട്ടും തന്നെ വെള്ളയില്ലാതെയാണ്. വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല, കാരണം വെള്ളം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്കിത് കുറുക്കിയെടുക്കാൻ ഒരുപാട് സമയം എടുക്കും. അപ്പോൾ ഒട്ടും തന്നെ വെള്ളമില്ലാതെ ഈ ഒരു തക്കാളി അടച്ച് വെച്ചിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കാം. ഒരു 15 മിനിറ്റ് ആവും ഇത് വെന്ത് വരാൻ വേണ്ടിയിട്ട്. ഇങ്ങനെ വെന്ത് വരുന്ന സമയത്ത് തക്കാളിയുടെ വെള്ളമെല്ലാം വന്നിട്ട് നന്നായിട്ട് വെന്ത് അടിഞ്ഞ് വരും. ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായി വെന്ത് അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ സമയം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇനി നമുക്ക് ഇതിൻ്റെ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിതിനെ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചെടുക്കാം. നമ്മളിത് അടിച്ചെടുക്കുന്നതിന് മുമ്പ് നമ്മളിതിലേക്ക് ഇട്ട പട്ടയും ഗ്രാമ്പും ഇതിൽ നിന്ന് മാറ്റണം. ഈ ഒരു തക്കാളിൻ്റെ ചൂട് പോയതിന് ശേഷം, അതായത് ചൂടൊന്ന് കുറച്ച് കുറഞ്ഞതിന് ശേഷം എടുത്ത് മാറ്റിയാൽ മതി. നമ്മൾ തക്കാളി അടിക്കുന്ന സമയത്ത് ഈ ഒരു ഗ്രാമ്പും പട്ടയും ഒന്നിച്ചിട്ട് അടിക്കാൻ പാടില്ല. ആ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ചൂടൊന്ന് കുറഞ്ഞതിന് ശേഷം നമുക്ക് ഈ ഒരു പട്ടയും ഗ്രാമ്പും ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. അപ്പോൾ ഞാനിവിടെ ഈ ഒരു പട്ടയും ഗ്രാമ്പും എല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ കുറച്ചുകൂടി ചൂടുണ്ട്. ഈ ചൂട് നന്നായിട്ട് പോയതിന് ശേഷം നമുക്കിതിനെ മിക്സിയിലിട്ട് അടിച്ചെടുക്കാം. ഇപ്പോൾ തക്കാളി നന്നായി തണുത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു വേവിച്ച് വെച്ച തക്കാളി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഒന്നിച്ചടിച്ചെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ പകുതിയായിട്ട് അടിച്ചെടുത്താൽ മതി. ഞാനിവിടെ മുഴുവനും ഒന്നിച്ച് തന്നെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. നല്ല ഒരു പേസ്റ്റാക്കി എടുക്കണം, നന്നായി അടിച്ചെടുക്കുക. പെട്ടെന്ന് തന്നെ ഇത് അടിഞ്ഞ് കിട്ടും, കാരണം നല്ലോണം വെന്ത തക്കാളി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടിഞ്ഞ് കിട്ടും. അപ്പോൾ ഞാനിവിടെ തക്കാളി നന്നായി അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു തക്കാളി ഒന്ന് അരിച്ചെടുക്കണം, കാരണം തക്കാളിൻ്റെ കുരുലുള്ളത് കൊണ്ട് തന്നെ, അതേപോലെ തൊലിയോട് കൂടിയാണ് നമ്മളിത് അടിച്ചെടുത്തിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കണം. പെട്ടെന്നൊന്നും അരിച്ചെടുക്കാൻ പറ്റില്ല, കാരണം ഈ ഒരു തൊലിയും അതേപോലെ കുരുവെല്ലുള്ളത് കൊണ്ട് തന്നെ കുറച്ച് സമയം എടുത്തിട്ട് വേണം നമ്മളിത് അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ചെറിയ അരിപ്പാണെന്നുണ്ടെങ്കിൽ കുറച്ചായിട്ട് ഇട്ടിട്ട് അരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ നമുക്ക് മുഴുവൻ തക്കാളിയും നന്നായിട്ട് അരിച്ചെടുക്കാം. നമ്മളിങ്ങനെ അരിച്ചെടുക്കുന്ന സമയത്ത് ഇതേപോലെ തൊലിയും അതേപോലെ തക്കാളിൻ്റെ കുരുവെല്ലാം ഇങ്ങനെ ഈ ഒരു അരിപ്പയിൽ വന്ന് നിൽക്കും. അപ്പോൾ ഞാനിവിടെ നന്നായി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു അരിച്ചെടുത്ത തക്കാളിനെ ഒന്നുകൂടി ചൂടാക്കി കുറുക്കിയെടുക്കാനുണ്ട്. ഇപ്പം തന്നെ നമ്മൾ വെള്ളം ചേർക്കാണ്ട് വേവിച്ച് അതേപോലെ അടിച്ചെടുത്തത് കൊണ്ട് തന്നെ നല്ല കുറുകിയ ഒരു പേസ്റ്റാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ഇത് വീണ്ടും നമ്മളൊന്ന് ചൂടാക്കി എടുക്കുമ്പോൾ കുറുകി വരും. നമ്മൾ വെള്ളം ചേർത്തിട്ട് അടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് നല്ല ലൂസായിട്ടുള്ളൊരു പേസ്റ്റ് ആയിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ ഒരുപാട് സമയം എടുക്കും ഇത് കുറുകി വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു തക്കാളിനെ വീണ്ടും ചൂടാക്കി കുറുക്കിയെടുക്കണം. നമുക്ക് ഈ ഒരു തക്കാളി ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം.
ഇനി ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമുക്കിതിനെ നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കാം. അതിന് മുമ്പ് നമുക്ക് കുറച്ച് കാര്യങ്ങൾ ചേർക്കാനുണ്ട്. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനീഗർ ചേർത്തിട്ടുണ്ട്. അതേപോലെ ഒരു 1/4 കപ്പ് പഞ്ചസാര കൂടി നമുക്കിതിലേക്ക് ചേർക്കണം. നിങ്ങൾ പഞ്ചസാരയും വിനീഗറെല്ലാം ചേർക്കുന്ന സമയത്ത് നിങ്ങളുടെ ഒരു ടേസ്റ്റ് നോക്കിയിട്ട് ചേർക്കുക. നിങ്ങൾ ആദ്യം ഒരു 1/4 കപ്പ് വിനീഗർ ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി വേണമെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ചേർത്ത് കൊടുത്താൽ മതി. അതേപോലെ തന്നെ പഞ്ചസാരയും ആദ്യം ഒരു 1/4 കപ്പ് പഞ്ചസാര ചേർക്കാം. എന്നിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടി ഒരു മധുരം വേണമെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം കുറച്ചുകൂടി പഞ്ചസാര ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ ഒരു 1/4 കപ്പ് വിനീഗറും അതേപോലെ 1/4 കപ്പ് പഞ്ചസാരയാണ് ചേർക്കുന്നത്. ഇത് രണ്ടും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നമ്മൾ ഈ ഒരു തക്കാളി ചൂടാക്കുന്ന സമയത്ത് ഇതുപോലെ നന്നായി ഇളക്കിയിട്ട് വേണം നമ്മളിത് കുറുക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മുളക് പൊടിയാണ്. ഒരു 1/2 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടെങ്കിൽ അത് തന്നെ ചേർക്കുക. കാരണം എങ്കിൽ നമ്മുടെ ഈ ഒരു സോസിന് നല്ലൊരു കളറ് കിട്ടും. ചിലരിതിൽ ഫുഡ് കളറെല്ലാം ചേർക്കാറുണ്ട്. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. കാരണം കാണാനൊരു ഭംഗി മാത്രമേ ഉണ്ടാകും. നമ്മൾ ഈ ഒരു കാശ്മീരി ചില്ലി പൗഡർ ചേർത്താൽ തന്നെ നല്ലൊരു കളർ ഇതിന് നമ്മുടെ ഈ ഒരു സോസിന് കിട്ടും. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നമുക്കിത് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക. അപ്പോൾ ഈ ഒരു സോസ് നന്നായി തിളച്ച് കുറുകി വരുന്നത് വരെ നമുക്കിതിനെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ സോസ് നന്നായി തിളച്ച് വരുന്നുണ്ട്. അതേപോലെ നല്ല കട്ടിയായി വരുന്നുമുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. കുറച്ചുകൂടി നമുക്കിതിനെ കുറുക്കിയെടുക്കാം. നമ്മളൊരു പ്ലേറ്റിലേക്ക് ഇതൊരു 2 ഡ്രോപ്പ് ഒഴിച്ച് കൊടുക്കുന്ന സമയത്ത് ഇത് ഒട്ടും തന്നെ ഒലിച്ചു പോകാതെ അവിടെ ഇങ്ങനെ നിൽക്കണം. ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു സോസ് തയ്യാറാക്കാൻ വേണ്ടി. നമ്മുടെ സോസ് നല്ല കട്ടിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഒരു 2 ഡ്രോപ്പ് ഈ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് നോക്കാം. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ചെരിച്ച് വെച്ച് നോക്കാം. അപ്പോൾ ഇങ്ങനെ ഒലിച്ച് വരുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്കറിയില്ല, നമ്മൾ സോസ് സാധാരണ ഒരു പ്ലേറ്റിൽ ഒഴിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒലിച്ച് വരില്ലല്ലോ, കുറച്ച് കട്ടിയായിട്ടുണ്ടാണ്. ആ ഒരു രീതിയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇപ്പോൾ ഇത് ഒട്ടും തന്നെ ഒലിച്ച് വരുന്നില്ല. ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊന്ന് പോയി വരുമ്പോൾ വീണ്ടും ഇത് കുറച്ചുകൂടി ഒന്ന് കുറുകി വരും. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന സോസ് പോലെ തന്നെയാണ് ഇത് കാണാൻ. അതേ ഒരു ടേസ്റ്റുമാണ്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് തീർച്ചയായിട്ടും മനസ്സിലാകും. അപ്പോൾ നിങ്ങൾ തീർച്ചയായും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.